ഇറങ്ങി പോടി. എന്ത് ധൈര്യം നിനക്ക് മുറ്റത്ത് കാലൂത്താൻ? ഞങ്ങളൊക്കെ നെഞ്ചത്തിയാവട്ടെ നീ ഇവിടെ ഇറങ്ങിപ്പോയേ. നിന്നെ ഓർത്ത് എന്റെ അച്ഛൻ ചങ്ക് പൊട്ടിയാ മരിച്ചത്. എനിക്ക് വേറെ വഴിയില്ല. വഴിയില്ലെങ്കിൽ രണ്ടും കൂടെ പോയി ചാവടി. രാവിലെ പറ ചേച്ചി രാഹുലല്ല, അവൻ പെട്ടെന്ന് ഓഫീസിൽ വെച്ച് തലയിറങ്ങി വീണു. അപ്പോൾ ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ട്, ഒന്ന് പെട്ടെന്ന് വരാമോ? ഞാനിപ്പോ വരാം. കാജലിങ്ങനെ കരയല്ലേ? നമുക്ക് എന്താണെങ്കിലും റിയാലിറ്റി ഫേസ് ചെയ്തല്ലേ പറ്റൂ. അല്ല, രാഹുലിൻ്റെയും കാജലിൻ്റെ ഒക്കെ വീട്ടുകാർ ഞങ്ങൾ സ്നേഹിച്ച കല്യാണം കഴിച്ച് എൻ്റെ വീട്ടുകാരും ഞാൻ എങ്ങനെയെങ്കിലും ഈ പൈസ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്ക്. കാരണം ഇത് അത്ര എമർജൻസിയാണ്. എനിക്കറിയില്ല ഇത്ര വലിയൊരു എമൗണ്ട്. എടോ, തൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പോൾ രാഹുലിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ ഒരു സർജറി ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷെ കുറച്ചുകൂടെ ലേറ്റായാൽ ഞാൻ എന്തായാലും നോക്കാം. എടോ, തനിക്ക് എന്നോട് ഒരാളെ കാണാൻ വരാൻ പറ്റുമോ? കാജൽ, ഞാൻ ഓസ്ട്രേലിയ സെറ്റിൽഡാ. 8 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. എനിക്ക് കുട്ടികളുണ്ടായിട്ടില്ല. ആക്ച്വലി ഐ എം നോട്ട് ഏബിൾ ടു കൺസീവ്. സോ എനിക്കൊരു കുഞ്ഞിനെ വേണം. പ്ലീസ് ഹെൽപ്പ് അസ്. സരോഗസിയെ കുറിച്ചിട്ടാണ് സാന്ദ്ര സംസാരിക്കുന്നത്. കാജലിന് പൈസ ഇത്ര അത്യാവശ്യമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ലീഗലി സരോഗസി പൈസ കൊടുത്ത് വാങ്ങുകയും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിപ്പോൾ സാന്ദ്ര പറയുന്നത് രാവിലെ ഹോസ്പിറ്റൽ ചിലവും സർജറി ചിലവും പിന്നെ ആഫ്റ്റർ ഡെലിവറി ഒരു എമൗണ്ടും തരാമെന്നാണ്. കാജലിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി, പെട്ടെന്ന് പറയണം എന്നില്ല. നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നണേ. ആലോചിക്കോ? ഹലോ ഡോക്ടറെ, ഞാൻ റെഡിയാണ്. കാജു, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ?
എൻ്റെ സർജറിക്കുള്ള പൈസ നിൻ്റെ ചേട്ടനാണ് തന്നതെന്ന് നീ പറഞ്ഞത് ഞാനത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. രാവിലെ ഞാൻ പ്രഗ്നൻ്റാ. ഇതാ സംഭവിച്ച. എനിക്ക് നിന്നെ വേണമായിരുന്നടാ. എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞതാ നിന്നോടെല്ലാം പറയാം. പക്ഷെ നീ റിക്കവറായിട്ട് പറഞ്ഞാൽ മതി. വല്ലവൻ്റെ കൊച്ചിനെ പ്രസവിച്ച് കിട്ടുന്ന പൈസയ്ക്ക് വേണമായിരുന്നു എന്നെ രക്ഷിക്കാൻ. അതിലും ഭേദം നിനക്കെന്നെ കൊല്ലാൻ പാടില്ലായിരുന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഒരിക്കലും ഞാൻ അവരെ അഭിമാനം പറ്റി ജീവിച്ചിട്ടില്ല. ഇനി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നിന്നെ ഇനി പഴയ പോലെ കാണാൻ പറ്റുമെന്നറിയില്ല. നിനക്ക് വീട്ടിൽ നിന്ന് എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം. ഞാൻ എവിടെ പോവാനാ? എനിക്കറിയില്ല. പോയി ചാവ്. ഇറങ്ങിക്കോ.